ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. മുനവർ അലി തങ്ങളുടെ മോള് 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ മോളോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു പ്രസ്താവന ഭയങ്കര വിവാദമാക്കി ഇവിടെ എല്ലാ ആൾക്കാരും കൂടിയിട്ട്. അത് സ്വന്തം വാപ്പ മുനവർ അലി തങ്ങളാണ് തിരുത്തി കൊടുത്തത്. 16 വയസ്സ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത കൊണ്ട് പെട്ടെന്നുള്ള പറച്ചിൽ അങ്ങനെ പറഞ്ഞത് പോയതാണ്. അങ്ങനെ അല്ല, അത് തിരുത്തിയും കൊടുത്തു. അപ്പോൾ ആ മോള് പറഞ്ഞത് എന്താണ് അത് ശരിക്കും മനസ്സിലാക്കണം. വെറുതെ റീച്ചിന് വേണ്ടി ഇപ്പം എന്തായാലും ഒന്ന് പെട്ടെന്ന് റീച്ചിന് വേണ്ടി എന്തെല്ലാം വിവാദമാക്കിയിട്ട് അത് അങ്ങനെ സുന്നിക്കെതിരായിട്ട് അങ്ങനല്ല. ആ മോൾ എന്താ പറഞ്ഞത്? സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടത് പഴയകാലം തടഞ്ഞിരുന്നു, അതിനി മാറണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജുമ്മക്ക് ജമാഅത്തിന് പോകണം, അല്ലെങ്കിൽ എല്ലാ വക്തിനും ജമാഅത്തിന് പോകണം എന്നല്ലല്ലേ. അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാ പള്ളിയിലും ഇപ്പം പഴയതുപോലല്ല. എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം. എൻ്റെ നാട് പയ്യോളിക്കാണ്, അവിടെ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അവിടെ സ്ഥാപിച്ചു. എനിക്ക് തന്നെ ഇപ്പം ഗൾഫിൽ നിന്ന് പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയുമായിട്ട് കറങ്ങാൻ പോകില്ലേ, കറങ്ങാൻ പോകുമ്പോൾ അവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ 200 കിലോമീറ്റർ ദൂരെയാണ് വീടുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും വീടുണ്ട് അങ്ങനെയല്ല. പള്ളിയിൽ ഒരു സൗകര്യമുണ്ട് പെണ്ണുങ്ങൾക്ക്, പള്ളിയാണത്. ആ പെണ്ണുങ്ങൾക്ക് വേറെ സൗകര്യമുണ്ട്, അവിടെ പോയി നിസ്കരിക്കാം. മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം കൊടുക്കാത്ത പള്ളിനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്. എന്ത് ഭയം, അപ്പോൾ എൻ്റെ ഭാര്യയുടെ നിസ്കാരം കളാവുന്നല്ലോ എന്ന്. അങ്ങനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലോ അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? അത് ആ 16 വയസ്സുള്ള മോളല്ലേ, അല്ലാതെ സുന്നിക്കെതിരായിട്ടോ ഇരിക്കത്തില്ലല്ലോ പറഞ്ഞത്. മാറണമെന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാക്കണം. ഇനി ജമാഅത്തിന് പെണ്ണുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ഫർളല്ല, സുന്നത്ത്. ഇപ്പോൾ തറാവീക്ക് ഏത് പള്ളിക്ക് അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തടയരുത് എന്ന ഹദീസുണ്ട് റസൂലുള്ള. പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകുന്നതിന് തടയരുതെന്ന് റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠത ഏത് പെണ്ണിന്? ഏറ്റവും ശ്രേഷ്ഠത നിനക്ക് ജമാഅത്തിന് പോവാതെ തന്നെ ജമാഅത്തിന് പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം വീടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നിനക്ക് തരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിന് നിർബന്ധം എനിക്ക് പള്ളിയിലേക്ക് പോകണമെന്ന്? അത് നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അത് വേറൊന്നും കൊണ്ട് പറഞ്ഞാൽ ഫിത്തന വരാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലേക്ക് പോയെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ചിലപ്പോഴെല്ലാം ദൃഷ്ടി താങ്ങാനും അല്ലെങ്കിൽ ഔറത്ത് കാണാതെ വേറെ എന്തെങ്കിലും ഫിത്തന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരരുത് എന്ന് പറഞ്ഞാൽ. ഇതിന് മക്കത്ത് പോലും അവിടുത്തെ ഇമാമികൾ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ തവാഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിസ്കരിക്കേണ്ട, അതിനേക്കാൾ നല്ലത് നിങ്ങൾ റൂമിൽ തന്നെ നിസ്കരിച്ചോ. നിങ്ങൾക്ക് 1 ലക്ഷം പ്രതിഫലം നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടും. കാരണം മക്കത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഒരു 18 കിലോമീറ്റർ വരെ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ദൂരെ വരെ നിസ്കരിച്ചാലും അതിൻ്റെ പള്ളിയുടെ സ്ഥലമായിട്ട് തന്നെ വരും. അവിടെ എവിടെ നിസ്കരിച്ചാലും ആ പള്ളീൻ്റെ ഭാഗത്ത് ആ 1 ലക്ഷം നിസ്കരിച്ച പ്രതിഫലം മക്കത്തുണ്ട്. അപ്പോൾ ഇമാമിങ്ങൾ അതാണ് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ തന്നെ നിസ്കരിക്കണം പറയാൻ കാരണം എന്ത്? അവിടെയാണ് തിരക്കും കുറയും. പിന്നെ എന്തായി പുരുഷന്മാർക്ക് കിട്ടുന്ന 27ൻ്റെ പ്രതിഫലം അത് അവർക്ക് പള്ളിയിൽ തന്നെ വരണം. ആ പെണ്ണുങ്ങൾക്ക് 27ൻ്റെ പ്രതിഫലം കിട്ടുന്ന പള്ളിയിലേക്ക് പോകണ്ട, വീട്ടിൽ നിസ്കരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന് ഏറ്റവും നല്ല വീടല്ലേ. ഇനി പള്ളിക്ക് പോകുന്നതിന് തടയരുതെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു വിവാദമാക്കേണ്ട, ആ കുട്ടീനെ അങ്ങനെ ബേജാറാപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതിനെ വലിയൊരു വിവാദമാക്കിയിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തങ്ങളെ കുടുംബത്തിനൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. ആ 16 വയസ്സിൻ്റെ മോളാണ്. അപ്പോൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടാൽ ഈ ഒരു വലിയൊരു വിവാദമുണ്ട്, ഒരു ആവശ്യമില്ല.